ഒരു ചാർട്ടിൽ ചെന്നാലല്ലേ നമുക്കാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സൈക്കോളജി ഇമോഷൻസും എല്ലാം ഓക്കെ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതും ചെയ്യണ്ടേ? ഉറപ്പായിട്ടും ചെയ്യണം. അപ്പം ഞാൻ ഈ വരയ്ക്കുന്ന പോലത്തെ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പല ചാർട്ടിൽ കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് മുന്നേ ഒരു എൻട്രി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. NDPയുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ്. അപ്പം വീക്ക്ലി ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിം, അങ്ങനത്തെ എല്ലാ ടൈം ഫ്രെയിമിലും നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് വീക്ക്ലി എടുത്തിട്ട് നമ്മൾ ഈ ചാർട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അത് ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം ആയിരിക്കും. നമ്മൾ ടൈം ഫ്രെയിംസിനെ പറ്റി ഏത് ടൈം ഫ്രെയിമിലാണ് ഏറ്റവും ബെസ്റ്റ്, ഏത് ടൈം ഫ്രെയിമിലാണ് ചാർട്ട് പാറ്റേൺസ് വർക്കാകുന്നത്, അങ്ങനെ കാര്യത്തെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പം ഈ ഒരു ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലത്തെ ഒരു ചാർട്ടായി കിടക്കുന്നത്. നമ്മൾ കുറച്ച് ഭാഗം ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൈസ് ആക്ഷൻ വർക്കാകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഒന്ന് വരയ്ക്കാം ആദ്യം തന്നെ. കണ്ടോ, നമുക്കറിയാം ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെയാണ് ഈ ഒരു ചാർട്ട് ഇത്ര നേരമായിട്ട് നിൽക്കുന്നത്. അത് ആ ഒരു ഇത് കണ്ടോ, 2004 നമ്മൾ ഈ ചാർട്ട് തുടങ്ങിയിട്ട് കണ്ട് ഇവിടെ മുതലാണ് ഒരു റെസിസ്റ്റൻസ് മുകളിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, 2007 മുതൽ. അപ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് അത് ഈ ചാർട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ ഒരു എൻട്രി കിട്ടുന്നതന്നെ. ഇതൊന്ന് ബ്രേക്ക് ആയാൽ നമുക്കൊരു എൻട്രി എടുക്കാം. താഴേക്ക് പോകുന്നു. നമ്മളെപ്പോഴും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട്, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. നമ്മളൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടാൽ ഒരു അലേർട്ടൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ള പൈസ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഒരു എൻട്രി എടുക്കാൻ പറ്റും. ബാക്കിയൊക്കെ റിസ്ക് റിവാർഡിൻ്റെ കളിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടെ ബ്രേക്ക് ആകുന്നുണ്ടോ ഇല്ല, താഴെ വോളിയം ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതാണ് താഴെ നമുക്ക് വോളിയം കാണാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, നമ്മളപ്പോൾ ഒരു എൻട്രി എടുക്കുന്നില്ല. അവിടെ റീടെസ്റ്റ് നടന്നു, ഉണ്ടോ, അവിടെ റീടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കി. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകും. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ ഇവിടെ ആയിട്ടൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്തായാലും വെക്കണം. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയില്ലോ എന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് ഇതേപോലെ തന്നെ പാറ്റേൺസ് നമുക്ക് പലയിടത്തും കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പല ടൈം ഫ്രെയിമിലും കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഒരു എൻട്രി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ്. എന്തൊരു സിമ്പിളാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടോ. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് അവിടെ അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. പിന്നെ ഇതിൻ്റെ താഴോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നേ ഇല്ല, കണ്ടോ. അത്രേ ഉള്ളൂ, കണ്ടോ. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ ഒരു നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ, നമ്മളൊരു അലേർട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് കണ്ടോ, ഇവിടെ തൊട്ട് താഴെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം തന്നെ കണ്ടൊരു 1:4 ഒരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. ഇത് പോട്ടെ, നമുക്ക് ചാർട്ടിലോട്ട് തന്നെ വരാം. ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഇപ്പോൾ ഒരു 2025 വരെ, അല്ല 2024 വരെ നല്ലൊരു മൂവ്മെൻറ്റ്. അത് എത്രയാണെന്ന് വെച്ചാൽ എടുത്തൊന്ന് ആലോചിച്ച് നമ്മൾ ആ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുള്ളതെന്ന് വെച്ചോ, ഒരു 200 അടുത്തുള്ളൊരു മൂവ്മെൻറ്റ്, പെർസെൻറ്റേജ് അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കത് കിട്ടി. അപ്പോൾ അത് നമുക്കത് നേരത്തെ കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിലും അതോർത്ത് വിഷമിക്കേണ്ടത്. ഇത് കഴിഞ്ഞു. നമുക്കിനി ഒരുപാട് ചാർട്ട് പാറ്റേൺസ്, ഒരുപാട് അവസരങ്ങൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുതരും. അത് ജസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കാര്യം കൂടെ നോക്കാം. അപ്പം നമ്മളത് നോക്കി എത്ര ദിവസം എടുത്തു എന്നൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ആ ഒരു ക്ഷമയുടെ ഗുണം, നമ്മളതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേഷ്യൻസ് കേട്ടോ, ഒരു എത്ര ദിവസം കൊണ്ടാന്ന് കേട്ടോ, നിങ്ങൾക്കതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ്ട് ഒരു ദിവസം കൊണ്ട്, ഒരു ദിവസം, കാരണം ഇതെല്ലാം ഒരു വീക്ക്. അതുകൊണ്ടല്ല, അതിപ്പം ജസ്റ്റ് 1-2 ദിവസമാണല്ലോ എന്ന് വിചാരിക്കേണ്ട. അതൊരു വീക്കാണ് ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്. പക്ഷേ നമ്മളത് എത്ര വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് നമുക്കൊരു ആവശ്യമില്ലാത്ത പൈസ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിതിനകത്ത് ഹോൾഡ് ഓൺ ചെയ്യുക എന്നുള്ളതിലെ കാര്യം. എത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാവോ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിലെ കാര്യം. അപ്പോൾ ഇപ്പോഴും അത് എക്സിറ്റ് അടിക്കേണ്ട നല്ലൊരു സാഹചര്യം വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മളൊരു എൻട്രി എടുക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ തന്നെ എന്തോരം ഫണ്ട് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പല ടൈം ഫ്രെയിമിലുള്ള എൻട്രി എക്സിറ്റും ഒക്കെ പലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ചാർട്ടിനകത്ത് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യം നിലവിലില്ല. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുക എന്നുള്ള കാര്യമേ ഉള്ളൂ. മനസ്സിലായി? എത്ര ഭംഗിയായിട്ട് പ്രൈസ് ആക്ഷൻ അവിടെ വർക്ക് അയക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് എൻട്രി ഒക്കെ എങ്ങനെ നോക്കുന്നതെന്ന് നോക്കാം. അതെ, ഇവിടെ ഒരു ട്രെൻഡ്, ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഇവിടെ കണ്ടോ, അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ് തന്നെ ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ്, അതൊരു 2 കൺഫർമേഷൻ നമുക്ക് അവിടെ തന്നെ ഉണ്ട്. ബ്രേക്ക് ഔട്ട് കടന്നു, അത് പോരാത്തതിന് നമുക്കൊരു നല്ല ക്യാൻഡിലുണ്ട്. പിന്നെ ഒരു റീടെസ്റ്റ് കടന്നു.
അപ്പോൾ അതിൻ്റെ ഒരു 3 കൺഫർമേഷൻ നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വോളിയം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. കണ്ടോ ഈ ഒരു ഏരിയയിൽ വോളിയം വന്നേക്കുന്നുണ്ടോ, എത്ര അടിപൊളിയായിട്ടാണ് വോളിയം വന്നേക്കുന്നത് കണ്ടോ. അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് നമുക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ആ ഒരു പാറ്റേൺ എത്ര നന്നായിട്ട് ഫോളോ ചെയ്തേക്കുന്നുണ്ടോ. ഈ ഒരു ഏരിയയ്ക്ക് അടിയിലോട്ട് പിന്നെ പോയിട്ടേ ഇല്ല കണ്ടോ. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഔട്ട് നടന്നപ്പോഴത്തേക്ക് നമ്മളൊരു എൻട്രി എടുത്തത്, നമ്മളൊരു ബ്രേക്ക് നടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, എന്നിട്ടൊരു എൻട്രി എടുത്തു. നമുക്കപ്പോൾ അത്രയും പ്രോഫിറ്റ് അവിടെ കിട്ടും. അപ്പം ഇത് കഴിഞ്ഞു. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എടുക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ റിസ്ക് റിവാർഡെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ചാർട്ടിനകത്ത് ഇതേപോലെ തന്നെ പാറ്റേൺ ഉറപ്പായിട്ടും കാണിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പല ചാർട്ടുകൾ കയറുക, നല്ല രീതിയിൽ വരച്ച് നോക്കുക, വെയിറ്റ് ചെയ്യുക, റിസ്ക് റിവാർഡ് നന്നായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയും നമുക്ക് നല്ല ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.